നീ എന്തു പറയുന്നു? അപ്പോൾ ഒരു ഇളംകാറ്റ് ആൻ്റണിയെ പൊതിഞ്ഞു. ആ കാറ്റിന് തൻ്റെ ലില്ലിയുടെ മണമായിരുന്നു. അത് അവളുടെ സമ്മതമാണെന്ന് അയാൾക്ക് മനസ്സിലായി. എന്തായാലും 1 വർഷം കൂടി തനിക്ക് ലില്ലിയോടൊപ്പം ചേരണം. അതു കഴിഞ്ഞു മതി വിവാഹം. ലില്ലിയോട് യാത്ര പറഞ്ഞു ഇറങ്ങി നടന്നു. പള്ളിമുറ്റത്തെത്തിയപ്പോൾ ജോസഫ് ചേട്ടനെ കണ്ടു. നീ എൻ്റെ മോളെ കണ്ടിട്ടില്ലല്ലോ. അമ്മയോടൊപ്പം അവൾ വരുന്നുണ്ട്. നീ ഒന്ന് സംസാരിക്ക്. വേറൊരു ദിവസമാകട്ടെ എന്ന് പറഞ്ഞ് ആൻ്റണി ഒഴിഞ്ഞുമാറി വീട്ടിലേക്ക് നടന്നു. പക്ഷേ പള്ളിമുറ്റം കഴിഞ്ഞപ്പോൾ തൻ്റെ പിറകെ തന്നെ ലില്ലിയുണ്ടെന്ന് ഒരു തോന്നൽ. വെറുതെ ആവാം. എന്നാലും അവൻ പതിയെ തിരിഞ്ഞു നോക്കി. ജോസഫേട്ടൻ്റെയും ഭാര്യയുടെയും കൂടെ നടന്നു വരുന്ന മകളെ കണ്ട് ആൻ്റണി ഒന്നു ഞെട്ടി. കാരണം ആ മകളുടെ മുഖം ലില്ലിയുടേതായിരുന്നു.